നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ പുതിയ യുദ്ധമുറകളുമായി കോപ്പുകൂട്ടുമ്പോഴും ഇറാന്റെ തലപ്പത്ത് ഒരു ഭരണാധികാരി ഇല്ല എങ്കിലും IRGCയുടെ നേതൃത്വത്തിൽ ഇറാനും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഒരു തരത്തിലും ആയുധം താഴെ വെക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനവും ഐക്യവും തന്നെയാണ് ഇറാനെ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഒരു താൽക്കാലിക വെടിനിർത്തൽ ഒന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല, തങ്ങൾക്കത് വേണ്ട എന്ന് തന്നെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഇറാനെയാണ് കണ്ടത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഇറാന്റെ പുതിയ പരമാധികാര നേതാവ് മുജ്തബ ഖമീനി ജീവനോടെ ഉണ്ടെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ് വിശ്രമത്തിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അദ്ദേഹം ഇപ്പോൾ റഷ്യയിൽ ചികിത്സയിലാണെന്ന് പറയുന്നു. അതോ ഇറാനിൽ തന്നെ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തിനും ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പറ്റിയിരിക്കുന്നത്. പിതാവിൻ്റെ വധത്തിന് ശേഷം അധികാരമേറ്റെടുത്ത മുജ്തബ ഖമീനി നിലവിൽ സൈന്യത്തിൻ്റെയും മറ്റും ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇദ്ദേഹം പുറംലോകവുമായുള്ള ആശയവിനിമയം പരിമിതപ്പെടുത്തിയതായി റിപ്പോർട്ടിലുണ്ട്. മിസ്റ്റർ ഖമീനിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനസിക നില കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അറിയാവുന്ന 4 മുതിർന്ന ഇറാനി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക പരിക്കുകൾ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ 3 തവണ ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞു. നിലവിൽ കൃത്രിമക്കാൽ ഘടിപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹം. ഒരു കൈക്കും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഗുരുതരം അദ്ദേഹത്തിൻ്റെ മുഖത്തിനേറ്റ പരിക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ മുഖവും ചുണ്ടുകളും കഠിനമായി പൊള്ളിയിട്ടുണ്ട്. ഇത് സംസാരിക്കുന്നത് പ്രയാസകരമാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നത്. മുഖം പൂർവ്വസ്ഥിതിയിലാക്കാൻ അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സർജറിയും വേണ്ടിവരും. നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം മുജ്തബ ഖമീനി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയോ സന്ദേശങ്ങൾ സംപ്രേഷണം ചെയ്യുകയോ ചെയ്തിട്ടില്ല. താൻ ദുർബലനാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കാത്തതിനാലാണ് ഈ പിൻവാങ്ങലെന്ന് റിപ്പോർട്ട് പറയുന്നു. നിലവിൽ കൈപ്പടയിൽ എഴുതിയ കുറിപ്പുകളിലൂടെയാണ് ആശയവിനിമയം നടക്കുന്നത്. ഈ കുറിപ്പുകൾ കവറിലാക്കി മുദ്രവെച്ച് കാറുകളിലും മോട്ടോർ സൈക്കിളുകളിലുമായി മനുഷ്യച്ചങ്ങലയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രഹസ്യ താവളങ്ങളിൽ എത്തിക്കുന്നത്. മറുപടികളും ഇതേ രീതിയിൽ തന്നെയാണ് തിരികെ വരുന്നത്. ഇസ്രായേൽ തന്നെ പിന്തുടർന്ന് വധിക്കുമെന്ന് ഭയന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പോലും അദ്ദേഹത്തെ സന്ദർശിക്കുന്നില്ല. മുജ്തബ ഖമീനിയുടെ അഭാവത്തിൽ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ കമാൻഡർമാരാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കുന്നത് IRGC ആണ്. യുദ്ധം, നയതന്ത്രം, ദേശീയ സുരക്ഷ എന്നീ കാര്യങ്ങളിൽ സൈനിക ജനറൽമാരാണ് ഇപ്പോൾ അവസാന വാക്ക്. മുജ്തബ ഒരു ബോർഡിന്റെ ഡയറക്ടറെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ജനറൽമാരാണ് തീരുമാനങ്ങൾ എടുക്കുന്ന ബോർഡ് അംഗങ്ങളെന്നും മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദിന്റെ ഉപദേശകനായിരുന്ന അബ്ദുറസാദ് അവാരിയും പറഞ്ഞു. പിതാവിൻ്റെ കാലത്തുണ്ടായിരുന്ന കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയിൽ നിന്നും പ്രതിചലിച്ച് കൂട്ടായ തീരുമാനങ്ങളിലേക്കാണ് ഇറാൻ മാറിയിരിക്കുന്നത്. സൈനിക ജനറൽമാരുടെ സ്വാധീനം വർദ്ധിച്ചത് ഇറാന്റെ നയതന്ത്ര ചർച്ചകളെയും ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി നടത്താനിരിക്കുന്ന ചർച്ചകൾ സൈനിക കമാൻഡർമാരുടെ എതിർപ്പിനെ തുടർന്നും പരാജയപ്പെട്ടു. അമേരിക്കൻ നാവിക ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ വേണ്ടെന്ന നിലപാടിലായിരുന്നു ജനറൽമാർ. ഇത് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി എന്നിവരുൾപ്പെടെയുള്ള സിവിലിയൻ നേതാക്കളെയും നിഷ്പ്രഭമാക്കി. ഇറാനിൽ ഭരണമാറ്റം നടന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ റിപ്പോർട്ട് ഭാഗികമായും തള്ളിക്കളയുന്നു. ഭരണകൂടം തകർന്നിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പരമാധികാര നേതാവ് ഇപ്പോഴും സ്ഥാനത്തുണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സൈന്യത്തിനാണ് ഇപ്പോൾ മേൽക്കൈ. പൊതുപ്രസംഗങ്ങളിൽ നിന്നും കൈയെഴുത്ത് കുറിപ്പുകളിലേക്കും പരസ്യമായ അധികാരത്തിൽ നിന്ന് അതീവ രഹസ്യ സ്വഭാവത്തിലേക്കും ഇറാന്റെ നേതൃത്വം മാറിയിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കേന്ദ്ര സർക്കാർ. വിമാനമാർഗമോ കരമാർഗമോ ഇറാനിലേക്ക് പോകരുതെന്നാണ് കർശന നിർദ്ദേശം. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വെടിനിർത്തലിനെ തുടർന്ന് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്.
ഇന്ത്യക്കും ഇറാനും ഇടയിലെ ചില വിമാന സർവീസുകൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മുൻപ് നൽകിയ മുന്നറിയിപ്പുകളുടെ തുടർച്ചയായി ഇന്ത്യൻ പൗരന്മാർ വിമാനമാർഗമോ കരമാർഗമോ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ശക്തമായി നിർദ്ദേശിക്കുന്നു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ടെങ്കിലും മേഖലയിലെ നിലവിലെ സംഘർഷ സാഹചര്യം ഡൽഹിക്കും ടെഹ്റാനും ഇടയിലുള്ള വിമാന സർവീസുകളെ ബാധിച്ചേക്കാമെന്നും വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു. ഇത് വിമാനമാർഗം യാത്ര ചെയ്യുന്ന പൗരന്മാരുടെ സുരക്ഷയെ ബാധിക്കാനിടയുണ്ട്. മേഖലയിലെ സംഘർഷം കാരണം വ്യോമപാതകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും പ്രവർത്തനപരമായ അനിശ്ചിതത്വങ്ങളും ഇറാനിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകളെ ഇപ്പോഴും ബാധിക്കുന്നുണ്ടെന്നും എംബസി ചൂണ്ടിക്കാട്ടി. കൂടാതെ ഇറാനിൽ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർ നിശ്ചയിക്കപ്പെട്ട കര അതിർത്തി പാതകൾ ഉപയോഗിച്ച് രാജ്യം വിടണമെന്നും എംബസി ആവശ്യപ്പെട്ടു. എംബസിയുമായി ഏകോപിപ്പിക്കുന്നതിനായി 2 പുതിയ ഫോൺ നമ്പറുകളും അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും എംബസിയുമായി കൃത്യമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് കര അതിർത്തികൾ വഴി രാജ്യം വിടണമെന്നും പ്രസ്താവനയിൽ ആവർത്തിച്ചു. ഇറാനിലുള്ള പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് ഏപ്രിൽ 8 നൽകിയ മുന്നറിയിപ്പിലും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയും വെടിനിർത്തൽ സാധ്യതകൾ കുറവായിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ആ നിർദ്ദേശം. 2026 ഏപ്രിൽ 7 നിർദ്ദേശത്തിൻ്റെ തുടർച്ചയായി ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ എംബസിയുമായി സഹകരിച്ച് നിർദ്ദേശിക്കപ്പെട്ട പാതകളിലൂടെ എത്രയും വേഗം രാജ്യം വിടണമെന്നും ആവശ്യപ്പെടുന്നു. അന്നത്തെ നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു, എംബസിയുമായി മുൻകൂട്ടി ആലോചിക്കാതെ അന്താരാഷ്ട്ര കര അതിർത്തികളിലേക്ക് പോകരുതെന്നും പൗരന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ഇനിയുള്ള വരും ദിവസങ്ങളിൽ അവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളാകും എന്നതിനാലാകാം അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ ഇപ്പോൾ കൃത്യമായിട്ടുള്ള കർശന നിർദ്ദേശം നൽകുന്നത്. ഇതിനു മുമ്പും ഇന്ത്യ പലപ്പോഴും ഒരു യുദ്ധസമാനം ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്തും ഇന്ത്യ അവിടെയുള്ള പൗരന്മാരുടെ സുരക്ഷിതമായിരിക്കാനും എപ്പോഴും ഇന്ത്യൻ എംബസിയുമായിട്ട് ആശയവിനിമയം നടത്താനും നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് അമേരിക്കയുടെ 3ാം പടക്കപ്പൽ അടക്കം ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. അതായത് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഒരു കടൽ വഴിയുള്ള ആക്രമണം അമേരിക്ക തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം ദിവസം നീണ്ടു നിൽക്കുമെന്നുള്ളതോ അതിൽ ഏത് രാജ്യത്തിനായിരിക്കും ജയമെന്നോ പരാജയമെന്നോ എന്നുള്ളതല്ല, അവിടെയുള്ള പൗരന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവന് അത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ മുൻകൂട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് കൃത്യമായി തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ തുടരാനും അല്ലെങ്കിൽ അവിടെ നിന്ന് എത്രയും വേഗം തന്നെ സുരക്ഷിതമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്.